ഞാൻ നട്ടല് നിവർത്തി തുടങ്ങിയടാ. ഇത് നോക്ക്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. എന്നാ വിശ്വസിച്ചോ? അങ്ങനെ ഒരാളിനെ ജീവിക്കടാ. അങ്ങനെ ഒരു കണ്ണൻ ഇനി എന്റെ കൺമുമ്പിൽ വേണ്ട. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയിൽ ഏകദേശം സത്യങ്ങളൊക്കെ അറിയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മേഘനാഥനും കണ്ണനും നേർക്കുനേർ വരുന്ന ഒരു കൂടിക്കാഴ്ച. അതേ കൂട്ടുകാർ, ഇത് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. മേഘനാഥൻ കാർ ഓടിച്ചിങ്ങനെ പോകുമ്പോൾ കണ്ണന് കൃത്യമായിട്ട് ഫ്രണ്ടിൽ വന്ന് ചാടുന്നുണ്ട്. മേഘനാഥൻ നല്ല വ്യക്തമായിട്ട് കണ്ണനെ കാണുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും നേർക്കുനേർ കണ്ട് ഇങ്ങനെ നേർക്കുനേർ ഒരു അടി പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇത്രോ നാളും മേഘനാഥൻ കണ്ണൻ തങ്ങളെയൊക്കെ പൊട്ടം കളിപ്പിച്ചതിന് മേഘനാഥൻ കണ്ണനെ അടിക്കാം, കണ്ണൻ തിരിച്ചു അടിക്കാം, അങ്ങനെ ഒരു പൊരിഞ്ഞടി അവിടെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാടകവും പ്രതീക്ഷിക്കാം അല്ലെ. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എന്റെ കൊച്ചിനെ വേറെ ആരുടെങ്കിലും കൊച്ചെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഈ നാടകം അധികം നാളത്തേക്കൊന്നും നീട്ടി വെക്കത്തില്ല എന്ന് പറയണം. അപ്പൊ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, അയ്യോ കണ്ണേട്ടാ, അരുതാത്തൊന്നും കാണിച്ചേക്കല്ലേ, നമ്മളുടെ ചുറ്റും ശത്രുക്കളാണ്. ഈ ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും ആരും വെച്ചേക്കില്ല എന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മേഘനാഥൻ മലയ്ക്ക് കൂടെ പോയ ഒരാൾക്ക് ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ, സീരിയസ് ആയിട്ട് കിടപ്പുന്നുണ്ടായിരുന്നല്ലോ. അയാളുടെ അടുത്ത് നമ്മുടെ മേഘനാഥൻ ചെല്ലുന്നുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് കണ്ണൻ ഇങ്ങനെ നടന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ മേഘനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആഹാ, അവൻ നടക്കുകയും ചെയ്തു, അവരെല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരാകുകയും ചെയ്തു അല്ലെ. ഇത് പൊട്ടം കളിപ്പിക്കുവായിരുന്നല്ലേ. ഇനി നോക്കിക്കോ, ഇതിന് വേറൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കലിപ്പില് വണ്ടിയും എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ കണ്ണൻ കാറായിട്ട് മേഘനാഥന്റെ മുന്നിൽ വന്ന് ചാടുന്നത്. ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? ഒരു വമ്പൻ രംഗങ്ങൾ തന്നെ ആയിരിക്കോട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.